Hi all. Today നമ്മൾ മോഡ്യൂൾ 2 ഗ്രാഫ് തിയറിയുടെ മോഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിനകത്ത് ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് യൂളർ ഗ്രാഫ് എന്ന് പറയുന്നത് യൂളർ ഓർ ഓയിലർ ഗ്രാഫ് എന്ന് വിളിക്കാം. ഈ യൂളർ ഗ്രാഫാണ് ഫസ്റ്റ് ഈ പറയുന്ന മോഡ്യൂൾ 2-ലെ ആദ്യത്തെ ടോപ്പിക്ക്. അപ്പം യൂളർ ഗ്രാഫ് അറിയണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫെമിലിയർ വിത്ത് ദ വേർഡ് വാക്ക്. അത് ഓൾറെഡി ഫസ്റ്റ് മോഡ്യൂളിൽ നിങ്ങൾ പഠിച്ചതാണ് വാക്ക്. And also second word is closed walk and open walk. ഈ മൂന്ന് കാര്യങ്ങൾ അറിയണം. യൂളർ ഗ്രാഫ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ അറിയണം. വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് മാത്രം നോക്കുമ്പോഴും രണ്ട് ആൻസറാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പഠിക്കാം. വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിൽ എല്ലാ എഡ്ജസും കവർ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു തവണ മാത്രം കവർ ചെയ്ത് തിരിച്ച് എത്തുന്നു. മീൻസ് നമ്മുടെ ഗ്രാഫിനകത്തുള്ള എല്ലാ എഡ്ജസും അറ്റ്മോസ്റ്റ് ഒരു തവണ മാത്രമേ കവർ ചെയ്യാൻ പാടുള്ളൂ. വേർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാം, പ്രശ്നമില്ല. ബട്ട് എഡ്ജസ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് റിപ്പീറ്റ് ആയിരിക്കണം. വാക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് എഡ്ജസ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതേസമയം വേർട്ടെക്സ് റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമില്ല. അപ്പം അതിനെയാണ് നമ്മൾ വാക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ക്ലോസ്ഡ് വാക്ക്? ക്ലോസ്ഡ് വാക്ക് എന്ന് പറഞ്ഞാൽ സപ്പോസ് V1 എന്ന് പറയുന്ന വേർട്ടെക്സിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ V2 സ്റ്റാർട്ട് പോകുന്നുണ്ട്. അടുത്ത വേർട്ടെക്സ് V3 ത്രൂ ഡിഫറെൻറ്റ് എഡ്ജസ് ഗ്രാഫിനകത്ത് കിടക്കുന്ന ഡിഫറെൻറ്റ് എഡ്ജസ് വഴി ഞാൻ ഓരോ എഡ്ജസ് വഴി കയറി ലാസ്റ്റ് വീണ്ടും ഞാൻ തിരിച്ച് V1 എന്ന് പറയുന്ന വേർട്ടെക്സിൽ തന്നെ എത്തുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ക്ലോസ്ഡ് വാക്ക് എന്ന് വിളിക്കും. അപ്പോൾ വാക്ക് എന്താണ്? വാക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാഫിൽ കിടക്കുന്ന എല്ലാ എഡ്ജസിലും റിപ്പീറ്റ് ചെയ്യാതെ ട്രാവൽ ചെയ്യുന്നതിനെയാണ് ഞാൻ വാക്ക് എന്ന് പറയുന്നത്. ക്ലോസ്ഡ് വാക്ക് എന്താണ്? ഞാൻ ഒരു വേർട്ടെക്സിൽ നിന്ന് തുടങ്ങി അത് വാക്ക് നടത്തി എന്ന് പറഞ്ഞാൽ വാക്കെന്ന് ഇനി പറയുള്ളൂ. ഒരു വേർട്ടെക്സിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു V1 എന്ന് പറയുന്ന വേർട്ടെക്സിൽ നിന്നും അത് വാക്ക് എന്ന് പറയുന്ന ഒരു മെത്തേഡ് വഴി അത് മീൻസ് അത് ട്രാവൽ ചെയ്ത് പോവുകയാണ്. അതിൻ്റെ മീനിങ് എന്താണ്? വാക്ക് എന്ന് പറഞ്ഞാൽ എഡ്ജസ് റിപ്പീറ്റ് ചെയ്യാണ്ട് വേർട്ടെക്സിനെ വെച്ചിട്ട് മാത്രം പോകുന്നു. അപ്പോൾ V1 എന്ന് പറയുന്ന വേർട്ടെക്സിൽ നിന്നും അത് ട്രാവൽ ചെയ്ത് തിരിച്ച് V1-ൽ തന്നെ എത്തുവാണെങ്കിൽ യൂസിങ് ഡിഫറെൻറ്റ് എഡ്ജ് വഴി നമ്മൾ V1-ൽ തന്നെ എത്തുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് വാക്ക്. ഇനി ഓപ്പൺ വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന V1-ലായിരിക്കും. ആൻഡ് ഓൾസോ ഈ ഓപ്പൺ വാക്കിൽ നമ്മുടെ ഗ്രാഫിലുള്ള എല്ലാ എഡ്ജസ് കവർ ആവുകയും വേണം. തിരിച്ച് V1-ൽ എത്തിയില്ലെങ്കിലും പ്രശ്നമില്ല. ബട്ട് എന്താണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ എഡ്ജസിനകത്തൂടെയും ട്രാവൽ ചെയ്തിരിക്കണം. ആൻഡ് നമ്മളിവിടെ ഒരു റെസ്ട്രിക്ഷനും പറയുന്നില്ല. എൻഡിങ് ആൻഡ് സ്റ്റാർട്ടിങ്ങും, അതായത് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടെക്സ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം എന്ന് നമ്മൾ പറയുന്നില്ല. ക്ലോസ്ഡ് വാക്ക് പോലെ ക്ലോസ്ഡ് വാക്കിലാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അതേ വേർട്ടെക്സിൽ തന്നെ എൻഡ് ചെയ്യണം എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ക്ലോസ്ഡ് വാക്ക് എന്ന് വിളിക്കുന്നത്. ഓപ്പൺ വാക്ക് എന്ന് പറഞ്ഞാൽ ആ വാക്കിനകത്ത് നമ്മളൊരു വേർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ദ ഓൺലി കണ്ടീഷൻ ഈസ് ടു സാറ്റിസ്ഫൈ ഈസ് ദാറ്റ് ദ എഡ്ജസ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് റിപ്പീറ്റ് ആയിരിക്കണം. ബട്ട് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഓൾ ദി എഡ്ജസ് ഓഫ് ദി ഗ്രാഫ്. ആ ഗ്രാഫിനകത്തുള്ള എല്ലാ എഡ്ജസ് വഴി ട്രാവൽ ചെയ്യുകയും വേണം. തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത വേർട്ടെക്സിൽ തന്നെ എൻഡ് ചെയ്യണം എന്നില്ല. അങ്ങനെയുള്ളൊരു സംഭവത്തിനെയാണ് നമ്മൾ ഓപ്പൺ വാക്ക് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഇത്രയും ടെർമിനോളജീസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂളർ ഗ്രാഫ് എന്താണെന്ന് നോക്കാം. യൂളർ ഗ്രാഫ് ഇങ്ങനെയാണ് പറയുന്നത്. ഇഫ് സം ക്ലോസ്ഡ് വാക്ക് in a graph, so this is a graph. We are going to perform a closed walk in this graph. If some closed walk in a graph contain all the edges, if some ഞാൻ ഈ പറയുന്ന ഗ്രാഫിനകത്ത് ഒരു ക്ലോസ്ഡ് വാക്ക് നടത്തുന്നു.
അങ്ങനെ ഒരു ക്ലോസ്ഡ് വാക്ക് നടത്തുമ്പോൾ നമ്മുടെ ഗ്രാഫിനകത്തുള്ള എല്ലാ എഡ്ജസും ഒരേ ഒരു തവണ കവർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ക്ലോസ്ഡ് വാക്ക് എന്ന് പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഒരേ വേർട്ടെക്സിലായിരിക്കും. ഓക്കെ. അപ്പോൾ if some closed walk in a graph contain all the edges of the graph, ഓക്കെ, കോമ, അങ്ങനെയാണ് എങ്കിൽ then the walk എന്ന് പറയുന്നത്, അങ്ങനെയുള്ള വാക്കിന് നമ്മൾ എന്തെന്ന് പറയും? ഈസ് കോൾഡ് ആൻ യൂളർ ലൈൻ എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് യൂളർ ലൈൻ? യൂളർ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് വാക്കിനകത്ത്, നമ്മളൊരു ഗ്രാഫിനകത്ത് ക്ലോസ്ഡ് വാക്ക് പെർഫോം ചെയ്യുമ്പോൾ, ആ വാക്ക് നടത്തുമ്പോൾ ആ ഗ്രാഫിനകത്തുള്ള എല്ലാ എഡ്ജസും കവർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ എഴുതുന്ന ലൈനിനെയാണ്, അല്ലെങ്കിൽ ആ എഴുതുന്ന ഒരു പാത്തിനെയാണ് നമ്മൾ യൂളർ ലൈൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഒരു ഗ്രാഫിനകത്ത് യൂളർ ലൈൻ ഉണ്ട് എങ്കിൽ എനിക്ക് പറയാം ആ ഗ്രാഫ് യൂളർ ഗ്രാഫാണെന്ന്. ഓക്കെ. ആൻഡ് അങ്ങനെയാണ് എങ്കിൽ ആൻഡ് ഗ്രാഫ് that contains Euler line is called Euler graph. അപ്പം നമ്മുടെ ഗ്രാഫിനകത്ത് ക്ലോസ്ഡ് വാക്ക് ചെയ്ത് നോക്കുക. ക്ലോസ്ഡ് വാക്ക് എന്ന് പറഞ്ഞാൽ എഡ്ജസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അതേസമയം സ്റ്റാർട്ട് ചെയ്യുന്ന വേർട്ടെക്സിൽ തന്നെ എൻഡ് ചെയ്യുകയും വേണം. ഇങ്ങനെ ഒരു ക്ലോസ്ഡ് വാക്ക് നമ്മുടെ ഗ്രാഫിൽ നടത്താൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ യൂളർ ലൈൻ എന്ന് വിളിക്കും. അങ്ങനെ ഒരു ഗ്രാഫിനകത്ത്, നമ്മുടെ ഈ ഒരു തന്നിരിക്കുന്ന ഗ്രാഫിനകത്ത് യൂളർ ലൈൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ പറയുന്ന ഗ്രാഫിനെ നമ്മൾ യൂളർ ഗ്രാഫ് എന്ന് വിളിക്കും. അപ്പോൾ യൂളർ ഗ്രാഫ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു യൂളർ ലൈൻ കാണണം. യൂളർ ലൈൻ ആകണം എന്നുണ്ടെങ്കിൽ അതൊരു ക്ലോസ്ഡ് വാക്കായിരിക്കണം. ഓക്കെ. എഡ്ജസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, സ്റ്റാർട്ട് ചെയ്യുന്ന വേർട്ടെക്സിൽ തന്നെ എൻഡ് വേണം. ഓക്കെ. ഇതാണ് നമ്മുടെ യൂളർ ഗ്രാഫ്. ഇത് ചോദിച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻ യൂളർ ഗ്രാഫ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പം ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് യൂളർ ഗ്രാഫ് വരുന്നതെന്ന്. ഓക്കെ. ഈ ഒരു ഗ്രാഫിൽ നമുക്ക് യൂളർ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഈ ഒരു ഗ്രാഫ് യൂളർ ഗ്രാഫ് ആണോ അല്ലയോ എന്ന് നോക്കാം. V1, V2, V3, V4, V5, V6. ഈ ഒരു ഗ്രാഫ് യൂളർ ഗ്രാഫ് ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യമേ ഞാൻ എഡ്ജസിൻ്റെ നമ്പർ ഒരു ആൽഫബറ്റ് കൊടുക്കുവാണ്. V1, V2, A എന്ന് പറയുന്ന എഡ്ജ് വഴി, B എന്ന് പറയുന്ന എഡ്ജ്, C, D, E, F, G, H, I. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഒരു എഡ്ജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സപ്പോസ് നോക്കണം, കുറേ ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അതിനകത്ത് യൂളർ ലൈൻ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ ഫസ്റ്റ് ഒരു യൂളർ ഗ്രാഫ് ആണോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് എനിക്ക് വേണ്ടത് അത് യൂളർ ലൈൻ ആണോ എന്ന് നോക്കണം. യൂളർ ലൈൻ ആണോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അതിനകത്ത് ക്ലോസ്ഡ് വാക്ക് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് ക്ലോസ്ഡ് വാക്ക് ഉണ്ടോ എന്ന്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. V1, V2, V3, V5, V4 നോക്കാം. ഓക്കെ, ഞാൻ പറയുന്നു V1ൽ നിന്നും A എന്ന് പറയുന്ന എഡ്ജ് യൂസ് ചെയ്ത് V2ലെത്തി. V1 എന്ന് പറയുന്ന വേർട്ടെക്സിൽ നിന്നും A എന്ന് പറയുന്ന എഡ്ജ് യൂസ് ചെയ്ത് V2ലെത്തി. B2ൽ നിന്നും B എന്ന് പറയുന്ന എഡ്ജ് യൂസ് ചെയ്ത് V3ലെത്തി. ഓക്കെ, ഇപ്പോൾ ഇവിടെ എത്തി. V3ൽ നിന്നും C എന്ന് പറയുന്ന എഡ്ജ് യൂസ് ചെയ്ത് V4ലെത്തി. ഇനി V4ൽ നിന്നും D എന്ന് പറയുന്ന എഡ്ജ് യൂസ് ചെയ്ത് V2ലെത്തി. B2ൽ നിന്നും ഇങ്ങനെ പോയാൽ കിട്ടുമോ? ഓക്കെ, നോക്കാം.
V2-ൽ നിന്നും V5-ലേക്ക് E എന്ന് പറയുന്ന എഡ്ജ് യൂസ് ചെയ്ത് പോയി. V5-ൽ നിന്നും V4-ലേക്ക് F എന്ന് പറയുന്ന എഡ്ജ് യൂസ് ചെയ്ത് പോയി. V4-ൽ നിന്നും V6-ലേക്ക് I എന്ന് പറയുന്ന എഡ്ജ് യൂസ് ചെയ്ത് പോയി. ഓക്കെ, ഇനി V6-ൽ നിന്നും V5-നകത്തേക്ക് എഡ്ജ് എന്ന് പറയുന്ന എഡ്ജ് യൂസ് ചെയ്ത് പോയി. V5-ൽ നിന്നും V1-നകത്തേക്ക് G എന്ന് പറയുന്ന എഡ്ജ് യൂസ് ചെയ്ത് പോയി. ഇനി ഏതെങ്കിലും എഡ്ജ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കിയേ. നോക്ക്, A എന്ന് പറയുന്നൊരു എഡ്ജ്, B, C, D, E, F, I, H, G ഒരു എഡ്ജും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ആൻഡ് ഓൾസോ we started from the vertex V1 and also ends at V1. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെയാണ് ഒരു വാക്ക് എന്ന് വിളിക്കുക. ഈ വാക്കിനെ എന്തെന്ന് വിളിക്കാം? ഇങ്ങനെ തന്നെയാണ്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഒരേ വേർട്ടെക്സിലാണ്. ആൻഡ് ഓൾസോ ഇത് എഡ്ജസും സെയിം ആണെന്നുണ്ടെങ്കിൽ, എഡ്ജസും റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കതിനെ ക്ലോസ്ഡ് വാക്ക് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ഗ്രാഫിനകത്ത് ക്ലോസ്ഡ് വാക്ക് ഉള്ളത് കൊണ്ട് ഈ പറയുന്ന ഗ്രാഫ് എന്തായി മാറി? ഈ പറയുന്ന ക്ലോസ്ഡ് വാക്ക് ഉള്ളത് കൊണ്ട് ഇതിനകത്ത് യൂളർ ലൈൻ ഉണ്ട് എന്നെനിക്ക് പറയാം. എൻ്റെ ഈ പറയുന്ന ഗ്രാഫിനകത്ത് യൂളർ ലൈൻ ഉള്ള ഇതാണ് നമ്മുടെ യൂളർ ലൈൻ എന്ന് പറഞ്ഞാൽ. ഈ യൂളർ ലൈൻ ഉള്ളത് കൊണ്ട് എന്ത് വിളിക്കാം? എൻ്റെ ഈ ഗ്രാഫ് യൂളർ ഗ്രാഫാണെന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് യൂളർ ഗ്രാഫാണോ അല്ലയോ എന്ന് നമ്മൾ നോക്കുന്നത്. ഇനി രണ്ട് കാര്യങ്ങളുണ്ട് യൂളർ ഗ്രാഫാണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യാനുള്ളത്. നിങ്ങൾ നോക്കിക്കേ, യൂളർ ഗ്രാഫാണോ അല്ലയോ എന്ന് അറിയാനുള്ള വേറെ രീതിയുണ്ട്. യൂളർ ഗ്രാഫാണ് എന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിനകത്ത് കിടക്കുന്ന എല്ലാ വേർട്ടീസസും, ഓൾ വേർട്ടെക്സ് എന്ന് പറയുന്നത് ആർ ഓഫ് ഈവൻ ഡിഗ്രി ആയിരിക്കും. എല്ലാ വേർട്ടെക്സിൻ്റെയും ഡിഗ്രി ഈവൻ ആയിരിക്കും. അപ്പം ഞാനിത് യൂളർ ലൈനാണെന്നല്ല, യൂളർ ഗ്രാഫ് എന്നല്ലേ പറഞ്ഞു. അപ്പം നമുക്ക് നോക്കാം എല്ലാത്തിൻ്റെയും ഡിഗ്രി ഈവൻ ആണോ എന്ന് നോക്കാം. കൺസിഡർ ദ വേർട്ടെക്സ് V1, ദ ഡിഗ്രി ഈസ് 1, 2, ദ ഡിഗ്രി ഈസ് 2. ഡിഗ്രിയൊക്കെ കണ്ടുപിടിക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് V2 എടുക്കുമ്പോൾ 1, 2, 3, 4. ഓക്കെ, ഇനി V3 എടുക്കുക. V3 1, 2. അടുത്തത് V4 എടുക്കുക. 1, 2, 3, 4. ഓക്കെ, നെക്സ്റ്റ് V5 എടുക്കുക. 1, 2, 3, 4. നെക്സ്റ്റ് V6 എടുക്കുക. 1, 2. അപ്പം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ വേർട്ടെക്സിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് ഈവൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് പറയാം ഈ പറയുന്ന ഗ്രാഫ് യൂളർ ഗ്രാഫാണെന്ന്. അപ്പം നമ്മൾ ഈ ക്ലോസ്ഡ് വാക്കൊന്നും നോക്കാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാനുള്ളത്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇഫ് ദ കറസ്പോണ്ടിങ് ഗ്രാഫ്, വെൻ യു ഹാവ് ടു ഫസ്റ്റ് ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഈച്ച് ഓഫ് ദ വേർട്ടെക്സ് ആർ ഓഫ് ഈവൻ ഡിഗ്രി, ദെൻ ഐ ക്യാൻ സേ ദാറ്റ് പെർട്ടിക്കുലർ ഗ്രാഫ് ഈസ് എ യൂളർ ഗ്രാഫ്. അപ്പോൾ നമുക്കിങ്ങനെ ക്ലോസ്ഡ് വാക്ക് എടുത്ത് വെച്ച് നോക്കണമെന്നില്ല. നമ്മുടെ ഇതെന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു തിയറമാണ്. ഇത് ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. എൻ്റെ ഒരു ഇ എന്ന് പറയും, മീൻസ് ഒരു ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് യൂളർ ഗ്രാഫാണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ വേർട്ടെക്സിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കും എന്ന് പറയുന്ന ഒരു തിയറമുണ്ട്. ഓക്കെ, ഈ ഒരു തിയറം വെച്ചിട്ടാണ് നമ്മളിത് പറയേണ്ടത്, ഇത് യൂളർ ഗ്രാഫാണെന്ന് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ആ തിയറം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യമേ നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്താണ് യൂളർ ഗ്രാഫ് എന്നും എന്താണ് ക്ലോസ്ഡ് വാക്ക് എന്നും എന്താണ് യൂളർ ലൈൻ എന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അതിൻ്റെ തിയറം പഠിക്കാം. ഒരു ഐ തിങ്ക് 3 തിയറം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. യൂളർ ഗ്രാഫിൽ തന്നെ വരുന്ന 3 തിയറംസ് പഠിക്കാനുണ്ട്. ആൻഡ് ഈ പറയുന്ന 3 തിയറംസും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.